തീരെയും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. വളരെ ഷോക്കായിരുന്നു അറിഞ്ഞപ്പോൾ. കേട്ടപ്പോൾ നല്ല സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് എഴുതുകൊണ്ട് തന്നെ കിട്ടുന്ന തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കിട്ടിയതിന് ശേഷം നല്ല സന്തോഷമുണ്ട്. എൻ്റെ അമ്മാൻ്റെ കൂടെ ഒരു കൊളീഗ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടാണല്ലോ ആദ്യം അറിയുന്നത്. പകുതി മുക്കാലും ഞാൻ എക്സാം വേ കേട്ടിട്ടാണ് പഠിച്ചത്. അതുകൊണ്ട് എക്സാം വേ കാരണമാണ് കിട്ടിയതെന്നാണ് എനിക്കൊരു വിശ്വാസമുള്ളത്. എൻ്റെ ആഗ്രഹം ഡോക്ടർ ആവണമെന്നാണ്. MBBS എടുത്ത് ഒരു ഡോക്ടറായി നല്ലൊരു കോളേജിൽ പഠിക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. സ്കൂളിലാകുമ്പോൾ അത്രയൊന്നും അവർ പറഞ്ഞിരുന്നില്ല, പക്ഷെ ഇവരുടെ എല്ലാതും എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എക്സാം വേ ഫൗണ്ടേഷൻ കോഴ്സിൽ കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ 8th K ബാച്ചിൽ ഉണ്ടായിരുന്ന ഹൈഫ ഹഷയാണ്. ഇപ്പോൾ 9ാം ക്ലാസ്സിൽ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹൈഫയുടെ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ ഓഫീസിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. ഹൈഫയ്ക്ക് പ്രാവശ്യത്തെ NMMS പരീക്ഷയിൽ സ്കോളർഷിപ്പ് കിട്ടി എന്നുള്ളതാണ് സന്തോഷം, അല്ലേ? അപ്പോൾ ഹൈഫ 138 മാർക്ക് നേടിയിട്ടാണ് ഈ വർഷത്തെ NMMS സ്കോളർ ആയിട്ടുള്ളത്. എന്താണ് ഇപ്പൊ തോന്നുന്നത്? NMMS അവാർഡ് വിന്നറായി. മുന്നേ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? NMMS പരീക്ഷ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞ സമയത്ത് എന്തായാലും എനിക്ക് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നോ? തീരെയും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. വളരെ ഷോക്കായിരുന്നു അറിഞ്ഞപ്പോൾ. കേട്ടപ്പോൾ നല്ല സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് എഴുതുകൊണ്ട് തന്നെ കിട്ടുന്ന തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കിട്ടിയതിന് ശേഷം നല്ല സന്തോഷമുണ്ട്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഹെൽപ്ഫുൾ ആയിരുന്നു. NMMSനെ പ്രത്യേകമായിട്ട് നമ്മുടെ എക്സാം വേലാണെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സിൽ ഓൾറെഡി സാറ്റിലെയും മാറ്റിലെയും അല്ലെ സയൻസ് മാത്സ് ഫൗണ്ടേഷൻ കോഴ്സാണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത്. അഡീഷണൽ ആയിട്ട് നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻസും ഏകദേശം 1.5 മാസക്കാലം നമ്മൾ കണ്ടിന്യൂസ് ലൈവ് ക്ലാസ്സുകൾ നൽകിയിരുന്നു. അപ്പൊ അതൊക്കെ യൂസ്ഫുൾ ആയിരുന്നു. അങ്ങനെ വേറെ കോച്ചിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എക്സാം വേ കോച്ചിങ് ആണ് കൂടുതലുണ്ടായിരുന്നത്. പകുതി മുക്കാലും ഞാൻ എക്സാം വേ കേട്ടിട്ടാണ് പഠിച്ചത്. അതുകൊണ്ട് എക്സാം വേ കാരണമാണ് കിട്ടിയതെന്നാണ് എനിക്കൊരു വിശ്വാസമുള്ളത്. എക്സാം വേ ഇല്ലെങ്കിൽ ഇത് കിട്ടുന്നൊക്കെ തോന്നുന്നതന്നെയില്ല. ഓക്കെ, ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. NMMS സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ സ്റ്റുഡൻസിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന ഒരു തുകയായിട്ട് പറയുകയാണെങ്കിൽ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ മാസം 1000 രൂപ വെച്ചിട്ട്, അഥവാ ഒരു വർഷത്തില് 12,000 രൂപയോളം സ്കോളർഷിപ്പ് കിട്ടുന്ന ഒരു തുകയായിട്ട് കിട്ടുന്ന ഒരു അവാർഡാണ് ആക്ച്വലി NMMSന് എന്ന് പറയുന്നത് ഹൈഫ വിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും അധികം പൈസ എന്താണ് ഇനി പ്ലാൻ ചെയ്തിട്ടുള്ളത്? ബാങ്കിൽ ഇടാനാണോ, അതല്ല അത് പൈസ ഒരു കുട്ടി ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ടോ? എന്തെങ്കിലും പാരന്റ്സിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ? എന്തെങ്കിലും പ്ലാനുകളായിട്ടുണ്ടോ? ട്രിപ്പ് പോകാനൊന്നും പ്ലാൻ ഇല്ല. കാരണം അങ്ങനെ ബാങ്കിൽ പൈസ വരിക, എൻ്റെ പാരന്റ്സിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം, എനിക്കും ഒരു ഉപകാരപ്പെടുത്തണം, പഠിത്തത്തിനായിട്ട് ഉപയോഗിക്കണം എന്നൊരു ഐഡിയ ആണ് എനിക്കുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് ഫ്യൂച്ചറിൽ എന്താവണം എന്നാണ് ആഗ്രഹം? എന്റെ ആഗ്രഹം ഡോക്ടർ ആവണമെന്നാണ്. MBBS എടുത്ത് ഒരു ഡോക്ടറായി നല്ലൊരു കോളേജിൽ പഠിക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഓക്കെ, അപ്പൊ ഡോക്ടർ ഹൈഫ ആകട്ടെ എന്നുള്ളത് ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം, അല്ലെ? എങ്ങനെയുണ്ടായിരുന്നു NMMSന് പ്രിപ്പറേഷൻസ് ഒക്കെ? കുറെ കഷ്ടപ്പെട്ടു, കുറെ പേടിച്ചു, എന്നാലും ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മാന്റെ ആത്മവിശ്വാസവും ഉപ്പാന്റെ കൂടെ അവരുള്ള ആ ഒരു മോട്ടിവേഷനും എല്ലാം കൂടെ കൂട്ടി ഞാൻ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ പഠിച്ചു. ഏകദേശം എത്ര കാലം പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടാവും? എക്സാമിന്റെ ഒരു ആഴ്ച മുന്നേ ആണോ തുടങ്ങിയത്, അതോ കുറെ കാലം മുന്നേ പ്രിപ്പറേഷൻ തുടങ്ങി? ഒരു മാസം മുന്നേ. ഓക്കെ, അപ്പോ ക്ലാസ്സിൽ ഹൈഫ മാത്രമാണോ സ്കൂളിൽ ടോപ്പർ സ്കോളർഷിപ്പ് വിൻ ചെയ്തിട്ടുള്ളത്? അല്ല, ക്ലാസ്സിൽ 2 കുട്ടികളുണ്ടായിരുന്നു. സ്കൂളില് മൊത്താകെ 3 കുട്ടികൾക്കാണ്. ഓക്കെ, 3 കുട്ടികൾ മാത്രമാണ് സ്കൂളിലുള്ളത്. അതിൽ ഒരാളായിട്ടാണ് ഹൈഫ ഉള്ളത്. ഓക്കെ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ NMMS സ്കൂളിൽ വിൻ ചെയ്ത കുട്ടികൾ ഉണ്ടായിരുന്നോ? കുറെ കുട്ടികൾ ചെയ്യുമായിരുന്നു, പക്ഷെ 4 കുട്ടികൾക്കാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ സാറ്റിലും മാറ്റിലും ഏതിലായിരുന്നു കൂടുതൽ ടഫായിട്ട് ഹൈഫക്ക് തോന്നിയിട്ടുള്ളത്? സാറ്റിലായിരുന്നു. സാറ്റ് കുറച്ച് പാടായിരുന്നു. ഓക്കെ, മാറ്റ് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഓക്കെ, നമ്മുടെ എക്സാം വേലാണെങ്കിൽ മാറ്റിന് മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് മൊഡ്യൂളുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ന് ഈ ദിവസം നമ്മളെ സ്റ്റുഡൻസിന് മാത്രമായിട്ട് ഒരു മാറ്റ് മാജിക് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മാറ്റ് മാജിക് എഴുതിയിരുന്നോ? ഇല്ല, ഞാൻ എഴുതാം. ഓക്കെ, ഇന്ന് രാത്രി വരെയാണ് അത് എഴുതാനുള്ള സമയം. അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ മാറ്റ് മാജിക്കിന്റെ പ്രിപ്പറേഷൻസിലും അതിന്റെ തിരക്കിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളായിട്ട്. ഇന്നതിന്റെ എക്സാം ആണ്. അതിൽ വിൻ ചെയ്യുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ ആമസോൺ ഗിഫ്റ്റ് വൗച്ചറുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ NMMS കഴിഞ്ഞു. ഇനി എന്താണ് നെക്സ്റ്റ് പ്ലാൻ? അടുത്ത കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പറേഷൻ തുടങ്ങിയോ? അല്ലെങ്കിൽ NMMSോടൊപ്പം തന്നെ വേറെ ഏതെങ്കിലും കോമ്പറ്റീവ് എക്സാംസ് തയ്യാറെടുപ്പുകൾ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ നിലവിലില്ല. ഇനി കാണുകയാണെങ്കിൽ വിവരം അറിയുകയാണെങ്കിൽ ചെയ്യണം. ഓക്കെ, അപ്പോ ഹൈസ്കൂൾ സ്റ്റുഡൻസിന് ഇപ്പോ ഹൈഫക്ക് NMMS കഴിഞ്ഞു. ഇനി ഒളിമ്പ്യാഡ് എക്സാമിനേഷൻസ് ഇഷ്ടം പോലെ നമ്മുടെ കുട്ടികൾക്ക് വരാനുണ്ട്. അത് കഴിഞ്ഞിട്ട് NTSC എന്ന് പറയുന്ന എക്സാം ഉണ്ടായിരുന്നു 10ാം ക്ലാസ്സുകാർക്ക്. കറന്റ്ലി ഗവൺമെന്റ് അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹൈഫ പറഞ്ഞ പോലെ ഒരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നീറ്റ് എക്സാമിനേഷൻ എഴുതണം, അല്ലെ? ഇപ്പൊ നീറ്റിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് തന്നെ ഹൈഫ തുടങ്ങി കഴിഞ്ഞു. നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലുള്ള
കുട്ടികൾ എല്ലാവരും JEE നീറ്റ് ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് നീറ്റ് JEE ഇനി അതല്ല സിവിൽ സർവീസ് ആവാൻ ആഗ്രഹമുള്ള കുറെ കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വേറെ ഏതെങ്കിലും സ്ട്രീം എടുത്തു പോകാൻ ആഗ്രഹമുള്ള കുറെ കുട്ടികളുണ്ട്. ഏത് ഫീൽഡിലേക്ക് പോകണം എന്നാണെങ്കിൽ കൂടി ഹൈസ്കൂൾ ലെവലില്, സ്കൂൾ ലെവലില്, ഇപ്പൊ 6ാം ക്ലാസ് മുതൽ നമ്മുടെ കോഴ്സ് തുടങ്ങി, സ്കൂൾ ലെവലില് അടിപൊളിയായിട്ട് അവർക്ക് നല്ലൊരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഉദ്ദേശം എന്നുള്ളത് അല്ലെ. എങ്ങനെയാണ് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞിരുന്നത് ഹൈഫ? എന്റെ അമ്മാന്റെ കൂടെ ഒരു കൊളീഗ ഉണ്ടായിരുന്നു, അവര് പറഞ്ഞിട്ടാണല്ലോ ആദ്യം അറിയുന്നത്. പിന്നെ ഇഷ്ടപ്പെട്ടു. അപ്പൊ മെന്റർ ആരായിരുന്നു? ആദ്യത്തെ മെന്റർ ഷഹീദായിരുന്നു. പിന്നെ 9ാം ക്ലാസ്സിലായപ്പോ ഹുദ. അപ്പൊ ഹുദ മാം ആണ്. ഹുദ മാമിന്റെ കീഴിലാണ് ഹൈഫ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ഓരോ കുട്ടികൾക്ക് ഓരോ മെന്റേഴ്സ് ഉണ്ട്. അവർക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും അവരെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഒരു മെന്റർ ഉണ്ടായിരിക്കും. ഹുദ മാം എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? മെന്റർഷിപ്പ് നല്ല മോട്ടിവേഷൻ ഒക്കെ തരുന്ന നല്ല. എന്താണ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഒരു പഠന രീതിയും സ്കൂളിലുള്ള ഒരു ലേണിംഗ് സ്റ്റൈലും വ്യത്യാസം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതെ, സ്കൂളിലാവുമ്പോ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. നല്ല രീതിയിൽ നല്ല മനസ്സിലാക്കി പറഞ്ഞിരുന്നുണ്ട്. സ്കൂളിലാവുമ്പോ അത്രയൊന്നും അവര് പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇവിടെ എല്ലാതും എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്യാനൊക്കെ ഒരു അവസരം ഉണ്ടാക്കി തരുന്നു. അപ്പൊ നമ്മുടെ ലൈവ് ക്ലാസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകളെ പോലെ തന്നെ അതിലുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ് ലൈവിലും വരുന്നത്. എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും കുട്ടികൾക്ക് ചോദിക്കാം. അതല്ല ലൈവിൽ അല്ലാതെ തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ മെന്റേഴ്സ് വഴി അവർക്ക് ചോദിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഫാക്കൽറ്റീസിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല ഫാക്കൽറ്റീസ് ആണ്. നല്ല പഠിത്തത്തിനും എല്ലാ ഇതിലും പഠിപ്പിച്ചു തരാനും ഡൗട്ട് ക്ലിയർ ചെയ്യാനൊക്കെ നല്ലപോലെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഏത് സബ്ജക്റ്റ് ആണ് കൂടുതൽ ഇഷ്ടം അതുകൂടി ചോദിക്കട്ടെ. ഫിസിക്സ് ആണ്. അപ്പൊ ഷഫീർ സാർ എന്തായാലും അവിടെ ഉണ്ട്. ഷഫീർ സാറിനെ കണ്ടിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പൊ എനിവേ ഓൾ ദ ബെസ്റ്റ്. ഹൈഫനോട് പ്രത്യേകം ഒരു ഓൾ ദ ബെസ്റ്റ് പറയാണ്. ഇതുപോലെ 19-ലധികം കുട്ടികളാണ് ഈ വർഷം നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ നിന്ന് NMMSന് അർഹരായിട്ടുള്ളത്. എല്ലാവർക്കും ഒരു കൺഗ്രാറ്റുലേഷൻസ് പറയാണ്. പ്രത്യേകം ഹൈഫ വളാഞ്ചേരി എന്നാണല്ലേ, ഇവിടെ കോഴിക്കോട് നമ്മുടെ ഓഫീസിൽ നമ്മളെ കാണാൻ വേണ്ടി എത്തിയതാണ്. ഹൈഫക്ക് പ്രത്യേകം സന്തോഷം പങ്കുവെക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.